$1000 പെർ മന്ത് എങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റിന് കോൺട്രാക്ട് വാല്യൂ വേണം. അതായത് 12,000 പെർ ഇയർ. അതിൽ താഴോട്ടാണെങ്കിൽ നിങ്ങൾക്ക് പാടാണ് ഈ സാധനം സെല്ല് ചെയ്യാൻ. സാസിൻ്റെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസിൻ്റെ തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 65%, 70% ഒക്കെ ആയിരിക്കും മാർജിൻ. പ്രത്യേകിച്ച് AI വേൾഡിൽ AI കുറച്ചിപ്പോൾ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഒരു 50, 60, 65 ഒക്കെ സ്റ്റാർട്ടിങ് മാർജിൻ എന്ന് വെച്ചാൽ നിങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിന്ന് അവർ 100 രൂപ തന്നാൽ നിങ്ങൾക്ക് 50 രൂപയേ ഉള്ളൂ, ബാക്കി ചിലവുണ്ട് എന്ന് പറയുന്ന സാധനം. പക്ഷേ ഒരു സാസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം 80 to 85% മാർജിൻസ് വരും ഒരു സാസ്. കാരണം ഒരേ കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യുന്നതും 100 പേരെ സപ്പോർട്ട് ചെയ്യുന്നതും 1000, 1,00,000 ആവുമ്പോൾ വലിയ വ്യത്യാസം വരത്തില്ല സാസിന്. ബിക്കോസ് ഓഫ് ദ വേ സെർവേഴ്സ് വർക്ക് ഇത്രയും വ്യത്യാസം വരാത്തതുകൊണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം മാർജിൻസ് കൂടും പ്രോഡക്റ്റിൻ്റെ മാത്രമായിട്ട്. കുറച്ച് ന്യൂവാൻസസ് ഉണ്ട് അവിടെ, പക്ഷേ ഇതാണ് മറ്റേ ഹൈ ലെവൽ. അപ്പോൾ നമ്മളൊരു B2B സാസ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫണ്ടമെൻ്റൽ തോട്ട് പ്രോസസ്സ് എന്തായിരിക്കും എന്ന് വെച്ചാൽ അത് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ $1000 പെർ മന്ത് എങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റിന് കോൺട്രാക്ട് വാല്യൂ വേണം. അതായത് 12,000 പെർ ഇയർ. അതിൽ താഴോട്ടാണെങ്കിൽ നിങ്ങൾക്ക് പാടാണ് ഈ സാധനം സെല്ല് ചെയ്യാൻ.